അപ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ ഇടവട്ടം LP സ്കൂളിൻ്റെ 100ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അഭിമാനകരമായ മുഹൂർത്തം എന്നുള്ളത് സ്കൂള് അതിൻ്റെ ആഘോഷം നടത്തുമ്പോൾ 90 വയസ്സുള്ള അവിടെ പഠിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അഭിമാന മുഹൂർത്തമാണ്. അതാണ് ഇന്ന് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് മംഗലത്ത് നാരായണൻ ചേട്ടനെ ആദരിച്ച്, രണ്ടാമത് ഇപ്പോൾ ഇവിടെ നമ്മുടെ അമ്മേനെ ആദരിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, പ്രായാധിക്യമുള്ള മുതുമുത്തച്ഛിമാർ രാജ്യത്തിൻ്റെയും വീടിൻ്റെയും സമ്പത്താണെന്നുള്ളതാണ്. ആ നിലയിൽ നമ്മൾ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി ഞങ്ങളുടെ ഈ ഉപഹാരവും അതുപോലെ ആദരിക്കലും നടത്തുകയാണ്. ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ആദരവ് ഏറ്റുവാങ്ങാൻ അമ്മയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇല്ലല്ലോ, മക്കളൊക്കെ നല്ല എല്ലാ കാര്യങ്ങളൊക്കെ ആയി. അത്യാവശ്യമാണ്. അമ്മ ഇവിടെ വരും. അസുഖങ്ങളൊക്കെ പതിവാണ് എല്ലാവർക്കും. ഉണ്ട്. ഇപ്പൊ വീട്ടിലമ്മ 5-6 വർഷം കിടന്നപ്പോഴൊക്കെ മരിച്ചു പോയത്. അങ്ങനെയുള്ള അവസ്ഥയൊന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഇതിലാണ് നടക്കാം. സന്തോഷമായി. ഇല്ലല്ലോ, മക്കളൊക്കെ നല്ല എല്ലാ കാര്യങ്ങളൊക്കെ ആയി. അത്യാവശ്യമാണ്. അമ്മ ഇവിടെ വരും. അസുഖങ്ങളൊക്കെ പതിവാണ് എല്ലാവർക്കും. ഉണ്ട്. ഇപ്പൊ വീട്ടിലമ്മ 5-6 വർഷം കിടന്നപ്പോഴൊക്കെ മരിച്ചു പോയത്. അങ്ങനെയുള്ള അവസ്ഥയൊന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഇതിലാണ് നടക്കാം. സന്തോഷമായി. അതിലേ പറഞ്ഞു. എന്റെ മകളുടെ മകളുടെ കൊച്ചു ഞങ്ങൾ 5 തലമുറകളെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യല്ലേ. ഈ കഴിഞ്ഞ ദിവസം അമ്മയുടെ എന്റെ പേരക്കുട്ടിയുടെ കൊച്ചിനെ അമ്മയുടെ മടി വെച്ചിട്ട് ഞങ്ങളുടെ അമ്മമാരെല്ലാം നിൽക്കും. അപ്പൊ അരിക്കുട്ടനെ അറിയോ? പാച്ചോത്തി ഹരിക്കുട്ടൻ, PV ഹരിക്കുട്ടൻ പാച്ചോത്തി. നമ്മൾ അവിടെ താമസിക്കുന്ന ഇപ്പൊ എന്റെ വീടിന്റെ പുറയിലാണ്. ചെറുപ്പത്തിൽ വടക്കം ഭാഗത്തായിരുന്നു. എന്റെ വീടിന്റെ പുറകിൽ താമസിക്കുന്ന എന്റെ വീട്. കേശുവിനെ അറിയില്ലേ? കേശുവിന്റെ മോനായ അത് KP രാഘവന്റെ മരുമകൻ. KP രാഘവന്റെ മരുമകൻ. KP രാഘവൻ നമ്മുടെ ചായ അടിച്ചിട്ടിരുന്നു. 60 ചായക്കട ഉണ്ടായിരുന്ന അവരൊക്കെ മരിച്ചുപോയി. പിന്നെ പ്രധാന അധ്യാപിക കേട്ടോ, ഇത് പ്രധാന അധ്യാപിക സ്കൂളിലെ മാലതി ദാമോദരൻ. ചായക്കട മനോജിന്റെ ഭാര്യ. ചായക്കട മനോജ് വാസുവിന്റെ മരുമകള്. ബ്ലൗസൊക്കെ അത് വേണ്ട, അത് നല്ല മധുരം. ഞാനാണ് മധുരം.